ഹായ് ഹലോ എല്ലാവർക്കും ഷരൂസ് ഫുഡ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കോൾസ്ലോ സലാഡാണ്. ഹെൽത്തി, ടേസ്റ്റി ആൻഡ് ഈസി. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്യാബേജ് ഒരു 3/4 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. നീളത്തിലാണ് കേട്ടോ അരിഞ്ഞേക്കുന്നത്. പിന്നെ ക്യാരറ്റ് അതും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് 1/4 കപ്പ്. പിന്നെ ഒരു നാരങ്ങയുടെ പകുതി, ഇതിൻ്റെ ജ്യൂസ് മതി. ഞാനിപ്പോൾ ഒരാൾക്കുള്ള ആണ് എടുത്തേക്കുന്നത്. പിന്നെ മയോണൈസ് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. തേൻ 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ കുരുമുളക് പൊടി അത് ഒരു 1/4 ടീസ്പൂൺ, കുറച്ച് മതി. അപ്പം ഞാനിവിടെ ഒരാൾക്കുള്ള സലാഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു നേരത്തേക്കൊക്കെ നമുക്ക് കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ നമ്മളെല്ലാം മിക്സ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം ഒരു വലിയ ബൗളിലേക്ക് നമ്മൾ ക്യാബേജ് ഇടുകയാണ്. ക്യാരറ്റ്, ഇനി ഇതിലേക്ക് നമുക്ക് മയോണൈസ് ഒഴിക്കാം. ഇത് ഞാൻ ഹോം മെയ്ഡ് മയോണൈസാണ്. അപ്പോൾ ആ ഒരു ക്രീമി ടെക്സ്ചർ വരാൻ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിക്കാം. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, പിന്നെ കുരുമുളക് പൊടി, അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക. അതിനുശേഷം നമുക്ക് തേൻ ഒഴിച്ചു കൊടുക്കാം. ഈ കോൾസ്ലോ സലാഡ് എന്ന് പറഞ്ഞാൽ ചുമ്മാ കഴിക്കാനും നല്ലതാണ്. നമ്മൾ ഈ ബർഗർ അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ കിട്ടുന്ന ഒരു സലാഡാണിത്. ഓക്കെ, ഇതിൻ്റെ കൂടെ നമുക്ക് നാരങ്ങ നീര് ഇവിടെ ചേർക്കാം. നമ്മളിത് ഇപ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ളതാണ്. അപ്പോൾ ഒരു പകുതി നാരങ്ങയുടെ നീര് മതി. സലാഡ് ഒത്തിരി ഉണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെയാണ് ഇളക്കേണ്ടത്. നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് ഇളക്കേണ്ടത്. ഇതിപ്പോൾ കുറച്ചേ ഉള്ളതുകൊണ്ട് ഒരു സ്പൂണിട്ട് ഇങ്ങനെ ഇളക്കിയാലും മതി. ഒരു ക്രീമി ടെക്സ്ചർ വരണം അതിൻ്റെ മുകളിൽ. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് മയോണൈസ് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ കോൾസ്ലോ സലാഡ് എന്ന് പറയുന്നത്. ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, ഈസിയാണ്. ഓക്കെ, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നാളെ 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം.